ടു ആദ്യ കെ വി കെ. ഇന്ന് നമ്മുടെ ആദ്യ സാർക്കെയും ആദ്യ കെ വി കെയും തമ്മിലൊരു കൊളാബാണ്. ക്രിക്കറ്റ് മാച്ച് പാർട്ട് 2 ആണ് ഗൈസ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അന്നത്തെ ക്രിക്കറ്റ് മാച്ച് ഡിലേ ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ ബിസി ആയിപ്പോയി. പിന്നെ നമ്മുടെ ക്യാമറമാൻ നിഖിലാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇന്ന് ക്രിക്കറ്റ് മാച്ച് പാർട്ട് 2 ഇടുമോ എന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിത് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗൈസ്, അപ്പം കഴിഞ്ഞ പാർട്ട് 1 5 ഓവറിൽ 56 റൺസ് എടുത്തവ. അപ്പം എനിക്ക് ജയിക്കാൻ 57 റൺസ് വേണം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ 3 സ്റ്റമ്പ് കിട്ടിയിട്ടുണ്ട്. 2 സ്റ്റമ്പ് മാറി. നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് 3ാമത്തെ സ്റ്റമ്പ് എടുത്തത് ഗൈസ്. അപ്പോൾ എനിക്ക് 3ാമത്തെ സ്റ്റമ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് കളി എളുപ്പമായിരിക്കും എന്നാണ് എൻ്റെ വിചാരം. അപ്പം 57 റൺസാണ് ജയിക്കാൻ. അപ്പം ബാക്ക് ടു ദ ഓൾഡ് പ്ലേസ്. ഫസ്റ്റ് ബോൾ നമ്മൾ ഇവിടെയാണ്. എന്നിട്ട് നമ്മൾ എവിടെ പോകുന്നു നിങ്ങൾക്ക് അറിയാം. സോ ഫസ്റ്റ് ബോൾ ട്രിക്കാണ് ഗൈസ്. 4 ആണോ? 4 അല്ല ഗൈസ്, 1 ആണ്. സോ ഗൈസ് ഇപ്പോൾ നമ്മളുടെ ആദ്യം പറയും എവിടേക്കാ പോയാൽ 1, എവിടേക്കാ പോയാൽ 2, 3 എന്ന്. സോ ഗൈസ് ആദ്യക്ക് ഇപ്പൊ പറയും എവിടേക്കാ പോയാ 1, 2, 3, 4 എന്ന്. അവിടെ പോയാൽ മതിൽ തട്ടിയ 4 ആണ്. ഈ ഗേറ്റ് തട്ടിയ 4 ആണ്. അപ്പുറത്ത് പോയാലും 6 ആണ്. ഈ കോമ്പൗണ്ടിന്റെ വെളിയിൽ പോയാലും 4 ആണ്. സോ 1, 2 എങ്ങനെയാണ് കിട്ടുന്നത്? 1, 2, 3. 1 ഇവിടെ, 2 അവിടെ. അല്ല, സത്യം പറഞ്ഞാൽ 2 ഒക്കെ ഈ ഒരു ബോർഡർ ക്രോസ് ചെയ്തതാണ്. 1 വന്ന് കുറെ അടുത്തിരുന്ന 1 ഇച്ചിരി പൊങ്ങി പോയാൽ 3 ആണ് ഗൈസ്. സോ സെക്കൻഡ് ബോൾ ഔട്ട് ഗൈസ്. സോ ഗൈസ് ഔട്ടാണ്. പക്ഷെ അത് ഔട്ട് എങ്ങനെ ആയി പോയി ഗൈസ്. സോ ഗൈസ് എത്ര വിക്കറ്റ്സ് ഉണ്ട് ടോട്ടൽ? ഇപ്പം നമ്മളുടെ ഓൾഡ് പൊസിഷന് വന്നു ഗൈസ്. ഇങ്ങനെ നിൽക്കുന്ന പൊസിഷൻ ഇവിടെയാണ്. എല്ലാം കവർ ചെയ്യാൻ പറ്റും. ഓ, ബൂട്ടിൽ തട്ടി ഗൈസ്. തട്ടിയില്ലേ? അല്ല, തട്ടിയെന്ന് തോന്നുന്നു. 2 വിക്കറ്റിലാകും കളി. ചേട്ടാ ഒന്ന് 2 റൺസ് അടിച്ച് ഇവിടെ അടുത്ത് ദൂരത്ത് പോയ കൊണ്ട് 2 റൺസ് പോയില്ല ഗൈസ്. വരും 2 ആണ്. ഇച്ചിരി പൊങ്ങി പോയത് കൊണ്ട് 2 തന്ന്. ബോൾ പോയി അങ്ങ് പോയി. സോ ഗൈസ് ബോൾ കിട്ടി. ഇപ്പോൾ 3rd ബോൾ ആണെന്ന് തോന്നുന്നു. ചേട്ടാ സോ ഗൈസ് വൈഡാണ്. പക്ഷെ തലേൻ്റെ മുകളിൽ പോയി. വൈഡാണ്. ഫുട്ടേജ് നോക്കണോ? സോ ഗൈസ് ഫുട്ടേജ് നോക്കാം. സോ ലെറ്റ്സ് സീ. Footage cam for wide. വൈഡാണ്, ക്ലിയർ വൈഡായിരുന്നു. പിന്നെ ഗൈസ് അത് 3rd ബോൾ അല്ലായിരുന്നു, 4th ബോളാണ്. തെറ്റിപ്പോയി. ഇപ്പോൾ ഇത് 4th ബോളിൻ്റെ റീടേക്ക് ആണ്. ഓ ഗൈസ് 6 ആണോ? അല്ല ഗൈസ്, അയ്യോ തലയിലിടിച്ച് ഗൈസ്. അല്ല ഗൈസ് 3 ആണ് ഗൈസ്. കമന്റ് ചെയ്യുക ഗൈസ്. അപ്പം 5 റൺസ് ആയിരിക്കും. അപ്പോൾ ആരാണ് ജയിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. സോ ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് നമ്മളുടെ കാണണമെങ്കിൽ കമന്റ് ചെയ്യുക. നമ്മൾ ചെയ്യും അതൊക്കെ. ഗൈസ് 4 ടോട്ടൽ എത്ര റൺസാണ്? 9 റൺസായി. നോക്കാം റിയലാണോ എന്ന്. എന്തെങ്കിലും ചേട്ടന് മാക്സ് അത്രയൊന്നും വരില്ല. നേരത്തെ 2 എടുത്തായിരുന്നു. പിന്നെ ഇപ്പൊ നേരത്തെ 3 എടുത്താൽ അപ്പൊ 5 ആയി. പിന്നെ ഒരു 4 അടിച്ചായി. അല്ല, പിന്നെ ഒരു വൈഡും ഉണ്ടായിരുന്നു ഗൈസ്. സോ 10 റൺസ്. അത് കൂട്ടില്ല, സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അടിക്കുമ്പോൾ റീടേക്ക് ആണ്. ഇങ്ങനെ ഒരു പ്രശ്നം കൂടി ചെയ്താൽ ഫൗള് പോവും.
സോ ഗൈസ് 5th ബോളാണ്. ബോളാണ് ഗൈസ്. 5th ബോൾ. അയ്യോ ഗൈസ് കോമഡി ആയിരുന്നു ഗൈസ്. അയ്യോ വന്നു ഗൈസ്. ഓ 4 ഗൈസ്, കിടിലടി. സോ നിങ്ങൾ ജയിക്കുന്നു വിചാരിക്കുന്ന? ഇപ്പൊ 4 2 4 അടിച്ചു. 9 റൺസ് 2 4 അടിച്ചു. അല്ലല്ല, ഒരു 4 അടിച്ചിട്ടുള്ളൂ. അത് കൂട്ടിയിട്ടാണ് 9 റൺസ് ആയ. അപ്പൊ അല്ല 10 റൺസ് ആണ് വൈഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ 14 റൺസ് വൈഡ് ഉണ്ടായിരുന്നു. എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല, ഒരു വിക്കറ്റ് ഉള്ളൂ ഇപ്പൊ അടിക്കാൻ. നല്ല ടെൻഷനിലാണ് ഇപ്പൊ ഞാൻ. വിചാരിച്ചാ അടിക്കാൻ പോലെ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും. ഗൈസ് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ആദ്യം കേൾവിക്കാൻ മാത്രമേ കമന്റ് ചെയ്യാവുള്ളൂ ഗൈസ്. സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ആദ്യം സാറിനെ സപ്പോർട്ട് ചെയ്യണം. സോ ഗൈസ് ഇത് ലാസ്റ്റ് ബോൾ ആണ്. ലാസ്റ്റ് ബോൾ ഓഫ് ദ ഫസ്റ്റ് ഓവർ. പെട്ടെന്ന് എറിയുക. ഡോട്ട്. ഗൈസ് പിന്നെ ഒരു കാര്യം, അടിച്ചില്ലേ അല്ല എറിയില്ലേ ഗൈസ്. അപ്പം ഇപ്പൊ നമുക്ക് ഇവിടെ വിക്കറ്റ് കീപ്പർ ഇല്ല ഇപ്പം. അപ്പൊ ഇതാണ് ഈ വാളാണ്. സോ ഗൈസ് ഈ ബോൾ നമ്മളുടെ ലക്കി ബോൾ എന്നാണ് പറയുന്നത്. എന്തെങ്കിലും എപ്പോൾ അടിച്ചാലും അവിടെ അത് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ പോകത്തുള്ളൂ. ഇപ്പോൾ വിക്കറ്റ് ഔട്ടാണ്, വിക്കറ്റ് കീപ്പറാണ് നമ്മളെ. പക്ഷെ അത് ഗ്രീസിന്റെ പുറത്ത് നിൽക്കണം ചേട്ടൻ, ഇല്ലെങ്കിൽ കിട്ടൂല. സോ ഗൈസ് ഫസ്റ്റ് ഓവറിന്റെ ഫസ്റ്റ് ബോളാണ്. ഐ മീൻ സെക്കൻഡ് ഓവറിന്റെ ഫസ്റ്റ് ബോൾ. ബാറ്റ് തട്ടി പക്ഷെ കൂടുതൽ പോയില്ല. അപ്പൊ 0 റൺസ്. ഡോട്ട് ബോൾ. എന്തായാലും ഇവിടെ വിക്കറ്റ് കീപ്പർ റിയലിലുണ്ടെങ്കിൽ പിടിച്ചത് തന്നെ. സോ ഗൈസ് സെക്കൻഡ് ബോൾ വൈഡാണ് ഗൈസ്. ഉറപ്പാണോ വൈഡെന്ന്? ഓക്കെ ഗൈസ് വൈഡ് ഉറപ്പായി. 15 റൺസ് എടുത്തു ഗൈസ്. സെക്കൻഡ് ബോൾ റീടേക്ക്. സോ ഗൈസ് 3 ആണ്. കുറേ പവർ കൊടുത്ത് 3 അല്ല കുറേ പവർ കൊടുത്ത് പിന്നെ മുകളിലും പോയി. അപ്പം 3 ആണ്. 2 അപ്പൊ സോ ഗൈസ് നമ്മൾ കുറെ ഡിസിഷൻ എടുത്തിട്ട് അങ്ങനെ എനിക്ക് 2 കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ എത്ര റൺസായി? 15 ആയിരുന്നു ഗൈസ്. അപ്പം 17 റൺസ് ആയി. ഇപ്പൊ ഗൈസ് നമ്മളുടെ ബാക്ക് ഓൾഡ് സ്പോട്ടിൽ പോകാം ഗൈസ്. സോ ഗൈസ് മൂന്നാമത്തെ ബോൾ എന്താണെന്ന് അറിഞ്ഞൂടാ. ഓ 6 ആണോ? സോ ഗൈസ് വീണ്ടും 3 ആണ് ആദ്യ ചേട്ടാ അടിക്കുന്നത്. 15 അപ്പൊ 17 റൺസ് ആയിരുന്നു. 17 ആയിരുന്നു. 18 19 20 അല്ലേ? 20 റൺസ് അടിച്ചു ഗൈസ്. 24 റൺസ് അടിച്ചു ഗൈസ്. പിന്നെ അഞ്ചാമത്തെ ബോൾ എനിക്ക് നല്ല കാല് വേദനയാണ് ഗൈസ്. നമ്മൾ കമന്റ് ചെയ്യാൻ നമ്മുടെ സബ്സ്ക്രൈബർ അഭിമന്യു ചേട്ടന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കളി കളിക്കുന്നത്. നമ്മളെ കുറച്ച് പാട്ട് വിട്ടില്ലായിരുന്നു. എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ വിഷമമാണ്. സോ ഗൈസ് ആദ്യത്തെ ചേട്ടൻ തോറ്റു ഗൈസ്. ആദ്യ സാർക്ക് തോറ്റ്. നെക്സ്റ്റ് പാട്ട് എന്ന് വെച്ചാൽ ഞാനും ഇവരായിട്ടുള്ള കളിയാണ്. അല്ല ഞാനും നിഖിലായിട്ടുള്ള കളിയാണ്. അപ്പം ആരാണ് ജയിക്കുന്നത് അവർ എന്റെ കൂടെ ഫൈനൽ കളിക്കുന്നതായിരിക്കും. അതാണ് ഗൈസ് ടൂർണമെന്റ് ആയിട്ട് കൂട്ടും ഗൈസ്. ഇപ്പൊ ഇത് ജയിച്ചാൽ ഞാനും നിഖിലാണ് കളിക്കുന്നത്. അപ്പൊ പാർട്ട് 3 ക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. സോ